നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിങ്കൊടി മർദ്ദനം, പഴയങ്ങാടി സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്, സംഘർഷം, ജലപീരങ്കി പ്രയോഗം, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം. കർഷകരെ ദ്രോഹിക്കുന്ന ബാങ്കുകളുടെ സിബിൽ സ്കോർ കെണി, അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SBIക്ക് മുന്നിൽ കർഷക ധർണ നടത്തി. വൻമയക്കുമരുന്നുമായി പെൺകുട്ടി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. 2 കേസുകളിലായി കണ്ടെടുത്തത് 158 ഗ്രാം MDMAയും ഹാഷിഷ് ഓയിലും. പ്രതികളെ പിടികൂടിയത് ടൗൺ പോലീസും ഡാൻസ് എഫ് ടീമും സംയുക്തമായി. വാർത്തകൾ വിശദമായി. പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുഴുവൻ DYFI പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രകോപിതരായ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PP സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അർഹതപ്പെട്ടിരിക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക തന്നെ വേണം. അത് തന്നെയാണ് നമ്മൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ എല്ലാ വേദികളിലെയും ഉറച്ച സ്വരത്തോടു കൂടി നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവര് നമ്മെ എന്താ വിളിക്കുന്നത് അല്ലേ? ന്യായീകരണ തൊഴിലാളികൾ. വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ന്യായീകരണ തൊഴിലാളികൾ എന്ന് തന്നെ കൂട്ടിക്കോ. കാരണം എന്താ? അവരാഗ്രഹിക്കുന്നത് ആക്ഷൻ കൗൺസിൽ സമരരംഗത്തിറങ്ങണം. നമ്മൾ ഇറങ്ങുന്നുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച സാമ്പത്തിക വിഹിതം അനുവദിക്കുക, PFRDA നിയമനം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. K ശശീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PP സന്തോഷ് കുമാർ, KV ഗിരീഷ്, K ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഭാ സംഗമവും മുച്ചിലോട്ടംബിക പ്രതിഭാ പുരസ്കാര വിതരണവും 26-ന്. വാണിയ സമുദായ സമിതി സംസ്ഥാന കമ്മിറ്റി, പയ്യന്നൂർ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തോടെയാണ് സംസ്ഥാനതല പ്രതിഭാ സംഗമവും മുച്ചിലോട്ടംബിക പ്രതിഭാ പുരസ്കാര വിതരണവും ഞായറാഴ്ച നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു 3ാം ഘട്ട പദ്ധതി എന്ന നിലയിൽ നമ്മൾ കരിപ്പോടി, അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കൂട്ടിക്കുളത്ത് ശക്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസംബർ ആദ്യവാരത്തിൽ വെച്ച് നടക്കുകയാണ്. അവിടെയും 100-130ഓളം കുട്ടികൾ അവിടെയും ഈ അവാർഡ് സ്വീകരിക്കാൻ എത്തുന്നുണ്ട്. ഇതിൻ്റെ 1ാം തല ഉദ്ഘാടനം, സംസ്ഥാനതല ഉദ്ഘാടനം എന്ന് പറയുന്നത് പയ്യന്നൂർ വെച്ചിട്ടാണ്. പയ്യന്നൂർ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവர்களാണ്. അത് ഈ മാസം 26-ന് ഞായറാഴ്ച നമ്മളെ ആരാധന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള. അവിടെ ഏകദേശം 132ഓളം കുട്ടികൾ വരുന്നുണ്ട്. ഏകദേശം 400ഓളം ആളുകളുടെ ഒരു പരിപാടിയാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ഏകദേശം 50ഓളം കുട്ടികൾക്ക് നമുക്ക് ഫോൺ നമ്പർ ഇല്ല. അവർ അപേക്ഷയിൽ ഫോൺ നമ്പർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പത്രവാർത്തേൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കുട്ടികളുടെ ഇത് ശ്രദ്ധയിൽ ഇത് പെടുകയുള്ളൂ. അതേപോലെ തന്നെ കോഴിക്കോട്, വയനാട്, ഈ പറഞ്ഞ കണ്ണൂർ മേഖലയിലെ കുട്ടികളും ചിലപ്പോൾ ഈ ഇങ്ങനെ ഒരു പരിപാടി പയ്യന്നൂർ വെച്ച് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തണോ എന്നുള്ള ശങ്ക അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പെരളശ്ശേരിയിൽ ഈ പരിപാടി 24-ാം തീയതി ഡിസംബർ 24-ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 10 ദ്വാര ഇതിന് വലിയൊരു മാധ്യമ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് യഥാസമയത്ത് യഥാ കേന്ദ്രങ്ങളിൽ എത്താൻ വേണ്ടി സാധിക്കും.
കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC +2 CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ സമുദായ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. 284 വിദ്യാർത്ഥികളാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹത നേടിയത്. പുരസ്കാര വിതരണത്തിന്റെ രണ്ടാം ഘട്ടം ഡിസംബർ 24 പെർളശ്ശേരിയിൽ വെച്ചും മൂന്നാം ഘട്ടം കാസർഗോഡ് കരിപ്പോടിയിലെ ശക്തി ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 2ാം വാരത്തിലും നടക്കും. ക്യാഷ് അവാർഡും മൊമെന്റോവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് പ്രസിഡന്റ് ചന്ദ്രൻ നാലാപ്പാടം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് വി നാരായണൻ, സെക്രട്ടറി സി കുഞ്ഞപ്പൻ, EV കുഞ്ഞിരാമൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാഷ്ട്ര നിർമ്മാണത്തിന് ചോരയും നീരും കൊടുത്ത മുതിർന്ന പൗരന്മാരെ കേന്ദ്ര സർക്കാർ നിർദ്ദയം അവഗണിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. കണ്ണൂരിൽ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ 6ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ മുതിർന്ന പൗരന്മാരുടെ നന്മയ്ക്ക് പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും തൃപ്തരാകാൻ പാടില്ല. പോരാട്ടത്തിലൂടെ കൂടുതൽ നേടിയെടുക്കുക തന്നെ വേണം. വൃദ്ധന്മാർ എന്ന പരിഹാസ്യമായ വാക്കിനു പകരം മുതിർന്ന പൗരന്മാർ എന്ന വാക്ക് ഉപയോഗിക്കണം. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളെ ജയിലിലടക്കാൻ വേണ്ട നിയമനിർമ്മാണം ഉണ്ടാകണമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. നിയമം ഉണ്ടായെങ്കിലും 2007 ഒരു നിയമം ഉണ്ടായെങ്കിലും ആ നിയമം നടപ്പിലാക്കാൻ പോലുള്ള ഒരു ആർജവം ഈ സർക്കാർ കാണിച്ചു. കേന്ദ്ര സർക്കാർ കാണിച്ചു. 200 രൂപ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷനായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പലതവണ ഞാൻ ആ ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ചോദിച്ചു, എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇത്രത്തോളം സംഭാവന ചെയ്ത വലിയൊരു ജനവിഭാഗത്തെ നമ്മൾ ഇങ്ങനെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. VN നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ, P കുഞ്ഞിക്കണ്ണൻ, K നാരായണൻ, R രാജൻ, പ്രൊഫസർ K സരള തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിങ്കൊടി മർദ്ദനം, പഴയങ്ങാടി സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്, സംഘർഷം, ജലപീരങ്കി പ്രയോഗം, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം. കർഷകരെ ദ്രോഹിക്കുന്ന ബാങ്കുകളുടെ സിബിൽ സ്കോർ കെണി. അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SBIക്ക് മുന്നിൽ കർഷക ധർണ നടത്തി. വൻമയക്കുമരുന്നുമായി പെൺകുട്ടി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. 2 കേസുകളിലായി കണ്ടെടുത്തത് 158 ഗ്രാം MDMAയും ഹാഷിഷ് ഓയിലും. പ്രതികളെ പിടികൂടിയത് ടൗൺ പോലീസും ഡാൻസ് ടീമും സംയുക്തമായി. അറിഞ്ഞോ, 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
കോട്ടയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. MMR Catering and Events കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR Catering and Events കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, ഹൃദ്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR Catering, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. വാർത്തയിലേക്ക്. ഭാരത സർക്കാർ സാംസ്കാരിക മന്ത്രാലയം സൗത്ത് സോണൽ കൾച്ചറൽ സെന്റർ തഞ്ചാവൂർ മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന്റെ സഹകരണത്തോടെ കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം സംഘടിപ്പിക്കുന്നു. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ ആശാൻ നേതൃത്വം നൽകി യുവതലമുറയിലെ പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന കളിയരങ്ങിൽ കോട്ടം തീർത്ത കോട്ടയം കഥകളാണ് അരങ്ങിലെത്തിക്കുന്നത്. രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ എഴുതി 8 കഥകളായി അവതരിപ്പിച്ചു. അത് ഉത്തരായനം നടത്തി, ശരിക്കും ഉത്തരായനം എന്ന് പറയുമ്പോൾ ഒരു മോക്ഷപ്രാപ്തിയാണ്. ഉത്തരായനം നടത്തി വെട്ടത്ത് രാജ്യത്ത്, അതായത് തിരൂര് എത്തി. അവിടുന്ന് ഏകദേശം ഒരു ആട്ടക്കഥേൻ്റെ രൂപം പ്രാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടുന്ന് കോട്ടയത്തെത്തിയത്. കോട്ടയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കൻ കോട്ടയം, മുഴക്കുന്ന്. അവിടെ എത്തിയപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ, അന്നത്തെ കേരളവർമ്മ രാജാവ്, അദ്ദേഹം ഈ രാമായണം കഥേനെ പുരസ്കരിച്ചിട്ടല്ലാണ്ട് 4 മഹാഭാരതം കഥകളെ പുരസ്കരിച്ച് 4 ആട്ടക്കഥകൾ എഴുതി. മഹാഭാരതം കഥകളെ പുരസ്കരിച്ചത് 4 ആട്ടക്കഥകൾ എഴുതിയെന്നാണ് അതിൻ്റെ ചരിത്രം. അങ്ങനെയാണ് ഉത്തരായനം നടത്തി ശരിക്കും കഥകളിയായി മാറിയത്. അതിനുശേഷം കഥകളീൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളും, അതായത് വന്ദന ശ്ലോകം മുതൽ ശ്രീപോർക്കലീന സ്തുതിച്ചുകൊണ്ടുള്ള വന്ദന ശ്ലോകം, പുറപ്പാട്, തോടയം, ഇതൊക്കെ ആയിട്ട് അതിനൊരു ചിട്ട വന്നത് കൂടിയാട്ടത്തിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടുത്തെ തെയ്യത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും. അങ്ങനെ പല സ്വാധീനങ്ങളോടുകൂടി കഥകളി ഒരു സെമി ക്ലാസിക്കൽ ഫോമിൽ ആയി മാറിയത് കോട്ടയത്ത് തമ്പുരാൻ എടുക്കുന്നതാണ്. 4 ആട്ടക്കഥകളുടെയും രംഗാവതരണം നവംബർ 30 മുതൽ ഡിസംബർ 3 വരെ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 9 മണി വരെ മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ ആശാൻ നേതൃത്വം നൽകി യുവതലമുറയിലെ പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന കളിയരങ്ങിൽ കോട്ടം തീർത്ത കോട്ടയം കഥകൾ എന്ന വിഖ്യാതിയേറിയ കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും ഒട്ടുമിക്കവാറും സമ്പൂർണ്ണമായി അരങ്ങിലെത്തും. ഭഗവതം, കർമ്മീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച, കാലകേയവധം എന്നിവയാണ് കോട്ടം തീർത്ത കോട്ടയം കഥകൾ. കഥകളിയുടെ വന്ദന ശ്ലോകത്തിൽ തന്നെ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ ശ്രീ പോർക്കലി ഭഗവതിയെ സ്തുതിക്കുന്നുണ്ട്. ഇതിലൂടെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രവും കഥകളിയും തമ്മിലുള്ള ബന്ധം സുവ്യക്തമാക്കുന്നതാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ M. മനോഹരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പത്മശ്രീ പ്രസാദ് ഗുരുക്കൾ, മുരളി മുഴക്കുന്ന്, K. രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കർഷകരെ മാത്രമല്ല ചെറുകിട സംരംഭകരെയും സിബിൽ സ്കോർ പ്രക്രിയ ബാധിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ ബാങ്കുകൾ പുനഃപരിശോധന നടത്തി കർഷകരെയും ചെറുകിട സംരംഭകരെയും സഹായിക്കണമെന്ന് അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP. കർഷകരെ ദ്രോഹിക്കുന്ന ബാങ്കുകളുടെ സിബിൽ സ്കോർ കെണിക്കെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ നടത്തിയ കർഷക ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് സമ്പ്രദായത്തെ തകർക്കുന്നത് വൻകിട വ്യവസായികളാണ്. ഇതുമൂലം ശിക്ഷിക്കപ്പെടുന്നത് കൃഷിക്കാരും സാധാരണക്കാരുമാണ്. വൻകിട വ്യവസായികളിൽ നിന്നും മുഖം നോക്കാതെ നികുതികൾ പിടിക്കണം. കർഷകർ എടുത്തിരിക്കുന്ന ലോണുകളെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കണം. സർക്കാർ ജാമ്യം നൽകുന്ന പലിശ സഹിതം സർക്കാർ കൊടുക്കുന്ന നെൽകൃഷി ഉൾപ്പെടെയുള്ളവയുടെ വായ്പകൾക്ക് സിബിൽ സ്കോർ ബാധകമാക്കാൻ പാടില്ലെന്നും അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ പറഞ്ഞു.
സിവിൽ സ്കോർ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു പട്ടാളത്തിൽ ചേരാനുള്ള പോലീസ് വെരിഫിക്കേഷൻ പോലെ വളരെ സങ്കീർണമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. മിലിറ്ററിയിലോ പട്ടാളത്തിലോ ഒക്കെ ആൾക്ക് ജോലി കിട്ടിയാൽ ആളുടെ സ്വഭാവം, ആളുടെ ഭൂതകാല ജീവിതം, ആളുടെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുന്ന ഒരു പതിവുണ്ടല്ലോ. നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ PSC ജോലികൾക്കൊക്കെ അത് ഏതാണ്ട് ഉണ്ടാവും, പക്ഷെ ഈ മേഖലയിൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ ആ ടൈപ്പ് ഒരു പരിശോധനയാണ് ഈ സിവിൽ എന്ന് പറയുന്നത്. ആ പരിശോധന നമ്മുടെ ബാങ്കിങ് സംവിധാനത്തിലേക്ക് വന്നിട്ട് ഒരു 2 ദശകമായിട്ടുണ്ടാകുമെന്ന് സാമാന്യനെ പറയാൻ സാധിക്കും. വന്ന് അത് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. അതിനർത്ഥം ഈ സംവിധാനം ആകെ എടുത്തുകൊണ്ട് ഈ മേഖലക്കകത്ത് എല്ലാ തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ അനുവദിക്കണം എന്നുള്ളതല്ല. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി CP ഷൈജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി A പ്രദീപൻ, സംസ്ഥാന കൌൺസിൽ അംഗം PK മധുസൂദനൻ, AITUC ജില്ലാ പ്രസിഡന്റ് M ഗംഗാധരൻ, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KM സ്വപ്ന എന്നിവർ സംസാരിച്ചു. പായം ബാബുരാജ്, കാരായി സുരേന്ദ്രൻ, PK മുജീബ് റഹ്മാൻ, TK വത്സലൻ, കട്ടേരി രമേശൻ, ഷിജിത്ത് വായന്നൂർ, A ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. KV ഗോപിനാഥ് സ്വാഗതവും കണ്ണാടിയൻ ഭാസ്കരൻ നന്ദിയും രേഖപ്പെടുത്തി. മാലിന്യ നിക്ഷേപം 5 സ്ഥാപനങ്ങൾക്ക് പിഴ. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചതിന് 5 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയത്. 5 സ്ഥാപനങ്ങൾക്കും 2000 രൂപ വീതം പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശവും നൽകി. കണ്ണൂർ ട്രെയിനിംഗ് സ്കൂളിന് മുൻവശത്തെ ഉമ്പായി ടവേഴ്സിന് പിന്നിലെ മാലിന്യ കൂമ്പാരം പരിശോധിച്ചതിൽ നിന്നാണ് എക്സ്പ്രസോ സ്മാർട്ട് ചെയിൻ കൊറിയർ, ട്രാക്ക് ആൻഡ് ട്രെയിൽ സൈക്കിൾസ്, വുഡ്ലാൻഡ് ഷോറൂം, റമീസ് ലോഡ്ജ്, പലഹാരം റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണെന്ന് വ്യക്തമായത്. 5 സ്ഥാപനങ്ങൾക്കും 2000 രൂപ വീതം പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. ബന്ധപ്പെട്ട കക്ഷികൾ മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. ഒറ്റത്തവണ ഉപയോഗ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചതിന് പലഹാരം റെസ്റ്റോറന്റിന് 10000 രൂപ വീതം പിഴ ചുമത്തി നടപടി സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ടീം ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയ്കുമാർ, ടീം അംഗം ഷെരീഖുൽ അൻസാർ, ക്ലീൻ സിറ്റി മാനേജർ ബൈജു PP, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് K, കണ്ടിജന്റ് ജീവനക്കാരി റോജ KK എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ മാർക്കറ്റിലെ ന്യൂ സ്റ്റോർ മുതൽ കോമളവിലാസം ഹോട്ടൽ വരെയുള്ള ഇന്റർലോക്ക് ചെയ്ത റോഡിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിച്ചു. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കുഴിയെടുത്തതിന്റെ ഭാഗമായി തകർന്ന റോഡാണ് പ്രവൃത്തി പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തത്. ടാർ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന റോഡ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും അഭ്യർത്ഥന പ്രകാരം ഇന്റർലോക്ക് ചെയ്യുകയായിരുന്നു. 206 മീറ്റർ നീളത്തിലാണ് 20,40,000 രൂപ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ K ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, അഡ്വക്കേറ്റ് P ഇന്ദിര, സിയാദ് തങ്ങൾ, സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർമാരായ മുസ്ലിം മഠത്തിൽ PK സാജേഷ് കുമാർ, KP റാഷിദ്, KP അബ്ദുൾ റസാഖ്, ശ്രീജ ആരംഭൻ, മിനി അനിൽകുമാർ, C സുനിഷ, PV ജയസൂര്യൻ, പ്രകാശൻ പയ്യനാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാതയിൽ കാൽടെക്സിന് സമീപം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച പലഹാരം റെസ്റ്റോറന്റിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. സ്ഥാപനം ശുചീകരിച്ച് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി അനുമതി നൽകിയാൽ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പഴകിയ ചപ്പാത്തി, നൂഡിൽസ്, കോഴിയിറച്ചി തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം നിർത്തിവെച്ചു. സ്ഥാപനം ശുചീകരിച്ച് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. അനുമതി നൽകിയാൽ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ ബൈജു PP, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് K എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 2 കേസുകളിലായി പെൺകുട്ടി ഉൾപ്പെടെ 4 പ്രതികൾ പിടിയിൽ. ടൗൺ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. 158 ഗ്രാം MDMAയും 112 ഗ്രാം ഹാഷിഷ് ഓയിലും സഹിതമാണ് 4 പേരും പിടിയിലായത്. 2 കേസുകളിലായി 158 ഗ്രാം MDMAയും 112 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയത്. പുതിയതെരു സ്വദേശി യാസിറും മർക്കാർകണ്ടി സ്വദേശിനി അപർണ അനീഷുമാണ് ഹോട്ടൽ റൂമിൽ നിന്നും പിടിയിലായത്. ഇവരുടെ കയ്യിൽ MDMA സഹിതമായിരുന്നു അറസ്റ്റ്. മറ്റൊരു കേസിൽ ആദ്യ കേസിലെ പ്രതിയുടെ സഹോദരൻ റിസ്വാനും സിറ്റി സ്വദേശി ദിൽഷിദുമാണ് അറസ്റ്റിലായത്. ഇവരെ മലബാർ ടവറിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. റെയ്ഡിൽ SI ഷമീൽ, സവ്യസാച്ചി, ASI അജിയൻ, മുഹമ്മദ്, ഷിജി, SCPO മഹേഷ്, ഷംഷുദ്ദീൻ, ഡാൻസ് ഓഫ് ടീം SI മഹിജൻ, മഹേഷ്, രജിൽ രാജ്, ബിനു, രാഹുൽ, അനൂപ്, പ്രബീഷ്, നിഷാദ് തുടങ്ങിയവരും പങ്കെടുത്തു.
ചിത്രം വരയിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ് കാഞ്ഞിരോട് സ്വദേശി മുബീന. ജന്മനാൽ കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത മുബീന ഒരിക്കൽ പോലും സ്കൂളിലും പോയിട്ടുമില്ല. ചെറിയ പ്രായം മുതൽ തുണ്ടുകടലാസിൽ പെൻസിൽ കൊണ്ട് മുബീന ചിത്രം വരയ്ക്കുമായിരുന്നു. ഇതാണ് വീട്ടുകാരുടെ പിൻബലത്തോടെ ആരെയും അതിശയിപ്പിക്കുന്ന ചിത്രങ്ങളായി മാറിയത്. കാഞ്ഞിരോട് പഴയ പള്ളിക്ക് സമീപം തൈവളപ്പിൽ കൂരൻ്റെവിട പരേതനായ അന്തുവിന്റെയും സൈനബയുടെയും മകളാണ് മുബീന. ജന്മനാൽ കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത കുട്ടിയാണ്. ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടുമില്ല. ചെറിയ പ്രായം മുതൽ തുണ്ടുകടലാസിൽ പെൻസിൽ കൊണ്ട് മുബീന ചിത്രം വരയ്ക്കുമായിരുന്നു. ഇത് കണ്ട വീട്ടുകാർ കടലാസും പെയിന്റും ക്രയോൺസും വാങ്ങിക്കൊടുത്തു. പിന്നീടാണ് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ മുബീന തുടങ്ങിയത്. TV കണ്ടും പ്രകൃതിയിൽ നിന്നും മനസ്സിലാക്കിയുമാണ് ആ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങിയാൽ മുബീന ആ ചിത്രം പൂർത്തിയാക്കിയാൽ മാത്രമേ ജലപാനം പോലും കഴിക്കുകയുള്ളൂ. ഇക്കഴിഞ്ഞ ശിശുദിനത്തിൽ ഭിന്നശേഷിക്കാരുടെ ഫുട്ബോൾ മത്സരം കണ്ണൂരിൽ വെച്ച് നടന്നപ്പോൾ വേദിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ, മേയർ, കലക്ടർ, സബ് ജഡ്ജ് തുടങ്ങിയവർക്ക് മുബീന വരച്ച ചിത്രങ്ങൾ കൈമാറാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. എല്ലാവരും ചിത്രം കണ്ട് പ്രശംസിച്ചതായും വരച്ച ചിത്രങ്ങൾ ഒരു പ്രദർശനം നടത്തി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നതാണ് മുബീനയുടെ വലിയ ആഗ്രഹമെന്നും ചേച്ചി റജീന പറഞ്ഞു. ആദ്യം ചെറിയ ചെറിയ കടലാസിലാണ് വരച്ചത്. പിന്നെ ഇവിടെ നല്ലോണം വരക്കുന്ന കണ്ടിട്ട് പിന്നെ കടലാസ് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം നല്ലോണം ചിത്രം വരക്കാൻ തുടങ്ങി. പിന്നെ നല്ലോണം വരച്ച് പിന്നെ അടുത്തുള്ള ഒരു അംഗനവാടി ടീച്ചറുണ്ട്. ടീച്ചർ വന്നതിന് മുമ്പ് ഇവളുടെ ചിത്രമെല്ലാം കണ്ടിന്. പിന്നെ ദിവസം അവിടെ മുന്നേറി സ്കൂളിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കൊക്കെ ക്ഷണിച്ച് അവിടെ ബഡ്സ് സ്കൂളിലെ ടീച്ചറും ഹസ്ബൻഡ് വിനോദ് സാറും ഇവിടെ വീട്ടിൽ വന്ന് ഇവിടെ ക്ഷണിച്ച് കണ്ണൂർ ഫുട്ബോൾ മാച്ചുണ്ടായിരുന്നു. ഭിന്നശേഷി കുട്ടികളെ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അവിടത്തേക്ക് ഇവിടെ ക്ഷണിച്ചിട്ട് അവിടുന്ന് പിന്നെ ഇവിടെ വരച്ച ചിത്രം ഇവളെ കൈകൊണ്ട് അവരുടെ കളക്ടർക്കും മേയർക്കും പിന്നെ കമ്മീഷണർക്കും എല്ലാം ഇവൾ കൈമാറി. പിന്നെ ഇവളെ ആഗ്രഹം ഇവളെ വരച്ച ചിത്രങ്ങളെല്ലാം പ്രദർശനത്തിൽ വെക്കണം എൻ്റെ ആഗ്രഹമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5685 രൂപ, പവന് 45,480 രൂപ, വെള്ളി 79 രൂപ. അറിയിപ്പ്. താൽക്കാലിക നിയമനം. കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച നവംബർ 25 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടത്തും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സ്. LLB LBS സെന്ററിന്റെയും സംസ്ഥാന വികലാംഗ പഠന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 40% കൂടുതൽ വൈകല്യമുള്ള 10ാം ക്ലാസ്സിൽ ജയിച്ച കുട്ടികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യാത്രാഭത്ത, ഭക്ഷണം എന്നിവയ്ക്ക് തുക അനുവദിക്കും. താൽപ്പര്യമുള്ളവർ വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം LBS മേഖലാ ഓഫീസുമായി ബന്ധപ്പെടണം. DTPCയുടെ തെയ്യം കലണ്ടർ വിവരങ്ങൾ നൽകാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള തെയ്യം കലണ്ടറിലേക്ക് വിവരങ്ങൾ നൽകാം. തെയ്യം നടക്കുന്ന തീയതി, തെയ്യങ്ങളുടെ വിവരങ്ങൾ, കാവിന്റെ പേര്, താലൂക്ക് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് തെയ്യം കലണ്ടർ സജ്ജീകരിച്ചത്. വിവരങ്ങൾ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസിൽ നേരിട്ടോ 049729603336 എന്ന നമ്പറിലോ നൽകാം. മേഴ്സി ചാൻസ് പരീക്ഷ. IHRDയുടെ 2018 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്കൽ ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ 2024 ഫെബ്രുവരിയിൽ നടത്തും. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഡിസംബർ 5 വരെ പിഴ കൂടാതെയും 7 വരെ 100 രൂപ പിഴയോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോറം സെന്ററിൽ ലഭിക്കും. വെബ്സൈറ്റ് www.ihrd.ac.in. ഓൺലൈൻ കോഴ്സ് അപേക്ഷ ക്ഷണിച്ചു. IHRD നവംബർ 30 മുതൽ ഡിസംബർ 2 വരെ നടത്തുന്ന ഓൺലൈൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫഷണലുകൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, ജനറേറ്റീവ് AI-യിൽ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പങ്കെടുക്കാം. വൈകിട്ട് 7 മുതൽ രാത്രി 9 മണി വരെ 2 സെഷനുകളായാണ് കോഴ്സ് നടത്തുക. നവംബർ 28 രാത്രി 10 മണി വരെ അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. സമഗ്ര ശിക്ഷ കണ്ണൂർ നോർത്ത് BRCയിൽ MIS കോഴ്സ് കോർഡിനേറ്ററുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BTech കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ്, MCA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. നവംബർ 29 വൈകിട്ട് 5 മണിക്കകം കണ്ണൂർ നോർത്ത് BRCയിൽ അപേക്ഷ നൽകണം. കാലാവസ്ഥ.
സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കി. ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം തീരത്തേക്ക് മടങ്ങി വരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിങ്കൊടി മർദ്ദനം, പഴയങ്ങാടി സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്, സംഘർഷം, ജലപീരങ്കി പ്രയോഗം, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം. കർഷകരെ ദ്രോഹിക്കുന്ന ബാങ്കുകളുടെ സിബിൽ സ്കോർ കെണി. അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SBIക്ക് മുന്നിൽ കർഷക ധർണ നടത്തി. വൻമയക്കുമരുന്നുമായി പെൺകുട്ടി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. 2 കേസുകളിലായി കണ്ടെടുത്തത് 158 ഗ്രാം MDMAയും ഹാഷിഷ് ഓയിലും. പ്രതികളെ പിടികൂടിയത് ടൗൺ പോലീസും ഡാൻസ് എഫ് ടീമും സംയുക്തമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.